ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ നിമിഷം വരെ നമ്മുടെ കൂടെ നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഇന്നു മുതൽ വീഡിയോ ചെയ്യുന്ന സമയം ഒന്ന് മാറ്റുകയാണ്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ രാത്രി ഇവിടുത്തെ 7:30 ചെയ്യുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ കൂട്ടുകാരൊക്കെ നല്ല ഉറക്കമായി കാണും കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് രാവിലെ ഒരു 12 മണി കണക്കാക്കി, അതായത് ഇവിടുത്തെ 12 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിലെ 2:30 മണിയാവും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അന്നുള്ള വീഡിയോസ് കാണാനായിട്ട് തീർച്ചയായിട്ടും പറ്റും. അത് കണക്കാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമുക്ക് ഇന്നലെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ അമ്മമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അന്നേരം എനിക്കും ഇന്നലെ നല്ലതുപോലെ ഒന്നും ഉറങ്ങാനായിട്ടൊന്നും പറ്റിയില്ല. പുള്ളിക്കാരിക്ക് പെട്ടെന്ന് BP ഒക്കെ കുറഞ്ഞു. ഞാനും അങ്ങ് പേടിച്ചു പോയി. പക്ഷേ എങ്കിലും സമചിത്തതയോടെ ആ ഒരു ദിവസത്തെ അങ്ങ് നേരിട്ടു. പുള്ളിക്കാരി ഇപ്പം ഹാപ്പിയാണ്, ഓക്കെയാണ്. പുള്ളിക്കാരി ക്ലബ്ബിൽ പോയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഏകദേശം എൻ്റെ എല്ലാ ജോലികളും ഇവിടെ ഓരോ വിധം ഒരുക്കി സെറ്റാക്കി വെച്ചു. പിന്നെ കടയിൽ പോകാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബ്രെഡൊക്കെ തീർന്നിരിക്കുകയായിരുന്നു, ബ്രെഡ് മയോണൈസൊക്കെ തീർന്നിരിക്കുകയായിരുന്നു. അതൊക്കെ മേടിക്കണമെന്നൊക്കെ പോയി, കടയിലൊക്കെ പോയി. ഞാനിപ്പോൾ ഒന്ന് ഫ്രീ ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇന്ന് മുതൽ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ഇവിടുത്തെ ഇസ്രായേലിലെ സമയം 12 മണിയാകുമ്പോഴത്തേക്ക് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. എനിക്ക് ഒരൊറ്റ കാര്യമേ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. വേറെ ഒന്നുമല്ല, നമുക്ക് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹത്തോടു കൂടി വേണം നമ്മൾ ഈ ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട്. ചുമ്മാതെ അങ്ങ് നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു, അതിനിടയിൽ എന്തൊക്കെയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വെറുതെ തള്ളി നീക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ഞാനും എൻ്റെ വിവാഹ ജീവിതത്തിന് ശേഷം ഒരുപാട് ആഗ്രഹിച്ചതാണ് എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം, നല്ലതുപോലെ പഠിക്കണം, പഠിച്ച് നല്ലൊരു ജീവിതത്തിലോട്ട് പോകണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ച വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ ചുറ്റിലും നിൽക്കുന്ന സാഹചര്യങ്ങൾ ഒരു പരിധിവരെ എന്നെ അതിന് സഹായിച്ചില്ല, അനുവദിച്ചില്ല. പക്ഷേ എങ്കിലും ഞാൻ ആ സാഹചര്യത്തിനിടയിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഒരു പരിധിവരെ എൻ്റെ സ്വപ്നങ്ങളെ വളർത്തിക്കൊണ്ടുവന്നു. കാരണം എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിച്ച് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഗർഭിണിയായി. പിന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു. എനിക്ക് എൻ്റെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് വരെ ഒരു ചോദ്യത്തിന് മുന്നിൽ ഞാൻ പലപ്പോഴും നിന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൻ്റെ ബലം കൊണ്ടോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടോ ഞാൻ ഒരു കുഴപ്പമില്ലാതെ ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പിന്നീട് എനിക്ക് അങ്ങോട്ട് പഠിക്കണമെങ്കിലും അതിൻ്റെതായിട്ടുള്ള മറ്റുള്ള സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ മോനെ നോക്കാനായിട്ട് ആരുമില്ല, അവനെ നോക്കണം. അങ്ങനെ ഒരു വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നീട് അവൻ്റെ ഒരു പക്വതയാകുന്നത് വരെ, അവൻ്റെ സ്കൂളിൽ പോകുന്നത് വരെ എനിക്ക് അവനെ നോക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആ ഒരു ഉത്തരവാദിത്തത്തിലൂടെ ഞാനങ്ങ് മാറി. ഒരു ഭാര്യനതിനേക്കാളൊക്കെ വലിയ അമ്മയെ എന്ന റോള് എനിക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ മോനെ എനിക്ക് നോക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഒരു 3-4 വർഷം എനിക്ക് അങ്ങനെ തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവനെ അങ്ങനെ വാടിയില്ല, ടേക്ക് കെയറിൽ ഒക്കെ ആക്കേണ്ട സമയം വന്നപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ കുഞ്ഞ് രാവിലെ ഞാൻ കൊണ്ടാക്കുന്നു. പക്ഷെ വൈകിട്ട് എൻ്റെ കുഞ്ഞ് വരുമ്പോഴത്തേക്കും അവൻ ഒറ്റയ്ക്കാവും, അവന് വേറെ ആരുമില്ല എന്നോടൊരു ചിന്ത വന്നപ്പോഴത്തേക്കും വീണ്ടും വർഷങ്ങളിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ ഈ നമ്മളെപ്പോലെ കുറേ അമ്മമാരുണ്ട്, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതങ്ങളിങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മളിങ്ങനെ അങ്ങ് ചിലവഴിക്കും. പക്ഷെ നമ്മൾ ഒറ്റപ്പെടുന്നൊരു ദിവസം വരും. അപ്പോഴും നമ്മൾ തിരിഞ്ഞെന്ന് നമ്മൾ പറയും, നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ഞാനത് ചെയ്തതെന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ തിരിഞ്ഞെന്ന് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്ത് തരണമെന്ന്. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ സ്വപ്നത്തിൻ്റെ പിന്നാലെ വേണമെങ്കിൽ നിനക്ക് പോകാമായിരുന്നു എന്നൊരു ചോദ്യം അവർ നമ്മളോട് ചോദിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തിരക്കുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഒരു ചെറിയ കൈത്തൊഴിൽ പഠിക്കുക, വണ്ടി ഓടിക്കാൻ പഠിക്കുക, ബ്യൂട്ടീഷ്യൻ കോഴ്സിനൊക്കെ ചേരുക, ഒരു ചെറിയ കടകളിലൊക്കെ പോയി അത്യാവശ്യം നമുക്ക് പാർട്ട് ടൈമായിട്ടോ ഫുൾ ടൈമായിട്ടൊക്കെ ജോലി ചെയ്യുക. നമുക്ക് പറ്റുന്ന ഒരു വരുമാനം നമ്മൾ ഉണ്ടാക്കുക. അത്യാവശ്യം നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഒരാളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരരുത്. ഇനി അത് കഴിഞ്ഞ് എൻ്റെ ഇതിലോട്ട് വരാമെന്നുണ്ടെങ്കിൽ എൻ്റെ മോക്ക്, അന്ന് എൻ്റെ മോള് കുഞ്ഞാണ് കേട്ടോ, എൻ്റെ മോക്ക് 1-1.5 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ വീണ്ടും എനിക്ക് എൻ്റെ കോള് വന്ന് അതാണ് കട്ട് ചെയ്തത് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ വീണ്ടും എനിക്ക് പഠിക്കണമായിരുന്നു. എനിക്ക് സാഹചര്യങ്ങൾ ഇപ്പോഴും അനുകൂലം അല്ലായിരുന്നു. 2 മക്കളായി.
അപ്പോഴത്തേക്ക് മോനൊന്ന് മെച്ചുർഡായി. മോന് 7 വയസ്സൊക്കെ ആയി. അത്യാവശ്യം കുഞ്ഞിന് ആഹാരമൊക്കെ കൊടുക്കാനും കുഞ്ഞിനനുസരിച്ച് നമ്മൾ ആക്കി വെച്ചിട്ട് പോകാമെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യാനുള്ളൊരു പക്വത എൻ്റെ മോന് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ പ്രായത്തിൽ 7 വയസ്സാണെങ്കിൽ എൻ്റെ മോൻ നല്ല മെച്ചുർഡായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കുന്നു. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും പോകില്ല, ആഴ്ചയിൽ 2 ദിവസം, ശനി ഞായറും ദിവസങ്ങളിൽ മാത്രം രാവിലെ പോകും, വൈകിട്ട് ട്രെയിനിൽ വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ആ 2 ദിവസത്തെ നമ്മൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയും. അങ്ങനെ ഞാൻ എൻ്റെ PG കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ആഗ്രഹത്തിൽ ഒരു പരിധിവരെ ഞാൻ നേടിയെടുത്തു എന്ന് തന്നെ പറയണം. കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്തു. അങ്ങനെ നമ്മുടെ കൊറോണ സമയത്തായിരുന്നു അത്. അങ്ങനെ ഡിസ്റ്റിങ്ഷനോടെ ഞാൻ എൻ്റെ PG വളരെ സന്തോഷകരമായിട്ട് ഞാൻ ആഗ്രഹിച്ച ആ ഒരു ഇത് ഞാൻ നേടിയെടുത്തു. പക്ഷേ പിന്നീട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച വേറൊരു കോഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ചെയ്യണമെങ്കിൽ നല്ല ഒരു സാമ്പത്തിക ഭദ്രത എനിക്കുണ്ടാവണം. സാമ്പത്തിക ഭദ്രത എനിക്കുണ്ടായാൽ മാത്രമേ ആ ഒരു കോഴ്സിന് എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഞാനിപ്പം ഒരു പരിധിവരെ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരുപാട് പൈസ ഇങ്ങനെ പുറത്തുനിന്ന് കടം മേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷേ എങ്കിലും എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നത്തിൽ അതെനിക്ക് ഒരുപാട് വിദൂരമാണ്. ആ വിദൂരത്തിൽ ഞാൻ ഇപ്പോഴും നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞാൻ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നതുല്യമായ ആ ഒരു സ്ഥാനത്തിലേക്ക് എനിക്ക് എത്തപ്പെടണമെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു എമൗണ്ട് എൻ്റെ കയ്യിലുണ്ടാവണം. ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ല ഫ്രണ്ട്സ്, നല്ലൊരു എമൗണ്ട് തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഈ നിമിഷമായിരിക്കുന്നത്. എൻ്റെ ലക്ഷ്യം ഞാൻ മറന്നിട്ടില്ല. അതെവിടെയാണെന്ന് എനിക്ക് നല്ല ഉത്തമമായ ബോധ്യമുണ്ട്. അവിടെ ഞാൻ എത്തിച്ചേരുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ദൈവം എന്നെ അവിടെ കൊണ്ട് എത്തിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കിടന്ന ഇത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടും ഒരുപാട് സങ്കടപ്പെട്ടിട്ടും ഞാൻ ഇവിടെ ഇരിക്കുന്നത്. പക്ഷേ ഇതിനിടയിലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് ചെറിയ ചെറിയ ഒരു തൂവലുകൾ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ അറിവുകളും ഞാൻ പഠിച്ച കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ ജോലി തിരക്കുകൾക്കിടയിലും ഞാൻ അതിന് സമയം കണ്ടെത്തുന്നുണ്ട്. കാരണം ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും മറക്കാതിരിക്കാൻ. ഞാൻ ആഗ്രഹിച്ച എൻ്റെ പ്രൊഫഷൻ എന്നും എൻ്റെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആ ഒരു സ്ഥാനത്ത് എനിക്ക് എത്തിക്കണം, ഞാൻ എത്തപ്പെടണം എന്ന് ഈ ലോകത്ത് എന്നെക്കാളേറെ ആഗ്രഹിച്ച വേറൊരു വ്യക്തിയുണ്ട്. അതെൻ്റെ അപ്പച്ചനാണ്. പക്ഷേ ഇന്ന് എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂടെ ഇല്ല. പക്ഷേ എങ്കിലും നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതും ചെവി കൊണ്ട് കേൾക്കാത്തതുമായിട്ടുള്ള പലതും ഈ ലോകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പച്ചൻ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അപ്പച്ചൻ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നത്തിൽ അധികം വൈകാതെ ഞാൻ നടന്നു കയറുമെന്നല്ല, ഓടിച്ചെല്ലും എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ അപ്പച്ചന് കൊടുത്തിട്ട് വന്ന വാക്ക്. വേറെ ആർക്ക് കൊടുക്കുന്ന വാക്കിനേക്കാളും ഞാൻ എന്നും വില കൊടുക്കുന്നത് എൻ്റെ അപ്പച്ചന് കൊടുക്കുന്ന വാക്ക് തന്നെ. അവിടെ ഞാൻ നടന്നല്ല, ഞാൻ ഓടി തന്നെ കയറും. അതുവരെയുള്ള ഒരു തൽക്കാല എന്താ പറയുക ഒരു സ്ഥലമായിട്ട് മാത്രമേ ഞാനിതിനെ കാണുന്നുള്ളൂ. കാരണം നമുക്ക് സാമ്പത്തികമാണ് എല്ലായിടത്തും എന്നെ പിന്നിലോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റും എൻ്റെ സാമ്പത്തിക ചുറ്റുപാട് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ. അന്നേരം അവിടെ എനിക്ക് ചെല്ലണമെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സാമ്പത്തികമായിട്ട് ഭദ്രത നേടണം. അപ്പോൾ അതിലോട്ടുള്ള ഒരു ശ്രമത്തിലാണ് ഞാൻ. അപ്പോഴും എനിക്ക് വീണ്ടും ഞാനൊന്ന് ചുരുക്കി പറയട്ടെ, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു പരിധി വെക്കരുത്. നമ്മൾ എല്ലാ ബന്ധങ്ങളും വേണം, ഭർത്താവ്, മക്കൾ, കുട്ടികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാം ഉണ്ടാവണം. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റേജിൽ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോകും. നമ്മളൊന്നും നേടാത്തതായിട്ട് നമുക്ക് തോന്നും. നമ്മൾ മറ്റുള്ളവർക്ക് പലതും നേടിക്കൊടുക്കുമെന്നാൽ നമുക്കൊന്നും കിട്ടാത്തതായിട്ട്, നമ്മളൊന്നും നേടിയെടുക്കാത്തതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കുക. നല്ല ഫുഡ് കഴിക്കുക, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് കിടക്കുക, നമ്മുടെ ആരോഗ്യത്തിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക, കുറച്ച് ട്രാവൽ ചെയ്യുക, നല്ല നല്ല ബുക്കുകൾ വായിക്കുക, കുട്ടികളുമായിട്ട് സമയം ചിലവഴിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടങ്ങളുണ്ടാകുമല്ലോ, ആ ഇഷ്ടങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒക്കെ നടത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം ഇപ്പം ജീവിക്കുന്നതിലും വളരെ സന്തോഷകരമായിട്ട് നമുക്ക് ജീവിച്ച് തീർക്കാനായിട്ട് പറ്റും. നമുക്കും കൂടെ വേണ്ടിയിട്ട് ചിലവഴിക്കുക, വിലപ്പെട്ട സമയം ചിലവഴിക്കുക. ഒരു അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, മരുമകളാണ് എന്നതിനേക്കാളൊക്കെ ഉപരി ഞാനായിട്ട് തന്നെ ജീവിക്കുക. ഒരു ദിവസം മുഴുവൻ ചിലവഴിച്ചിട്ട് രാത്രി നമ്മൾ കിടക്കാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും
ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ സമയം ഈ ഒരു ദിവസം ചെയ്തു എന്നുള്ള മനസ്സംതൃപ്തിയോടെ കിടന്നുറങ്ങാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ചിരിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങാനും ചിരിച്ചുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം പോയിട്ട് വരാം.